നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ കേരള സ്റ്റൈലിലെ ഒരു അടിപൊളി കിടിലൻ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണാണല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു 5 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പച്ച വലിച്ചിട്ട് പഴുപ്പിക്കാൻ വെച്ചതല്ല, മരത്തിൽ നിന്ന് വീണതാണ് കേട്ടോ. പഴുത്ത മാങ്ങ വീണതാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പച്ചമാങ്ങ വലിച്ച് പഴുക്കാൻ വയ്ക്കുന്നതും മരത്തിൽ നിന്ന് വീഴുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി എന്തൊക്കെ ആവശ്യം നോക്കാം. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ വെള്ളം ഒരിച്ച് വേണം. അതുപോലെ കടുക് താളിക്ക് കപ്പളമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തൈര് വേണം കേട്ടോ. 1 കപ്പോളം തൈരും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ. അപ്പോൾ ഞാൻ ആ മാങ്ങയൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല പഴുത്ത മാങ്ങ തന്നെ വേണം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസിൽ വെക്കാം. വെള്ളമൊക്കെ ഞാൻ ആവശ്യത്തിന് അതിന് വേകാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 കറിവേപ്പില, പിന്നെ ലേശം ചേർത്തത് മുളക് പൊടിയാണ്. അത് നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഞാൻ 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിച്ച് വെല്ലം ഉണ്ട് കേട്ടോ, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വെല്ലം ഇല്ലെങ്കിൽ പഞ്ചസാര ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ചെറിയ വെല്ലമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ അവിടെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം ഇത് 3 നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു. അരച്ചത് നമുക്ക് ആ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ തൈര് എടുത്തിട്ട് 1 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകമായിരുന്നു കേട്ടോ. അപ്പോൾ അതോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ തൈര് കൊടുത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ അത് നമ്മുടെ കറി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് സിമ്മാക്കി വെച്ചതിന് ശേഷം ഒന്ന് ഒരു 30 സെക്കൻഡോളം ചൂടായി മാറ്റിയെടുക്കാം. പിന്നെ ഞാനൊരു ചീഞ്ചട്ടി എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് കപ്പളമുളക്, അതുപോലെ തന്നെ പിന്നെ ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കുക. താളിച്ചതിന് ശേഷം നമുക്കത് നമ്മുടെ തയ്യാറായ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് നമുക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പളമുളകും അതുപോലെ കറിവേപ്പിലയും കടുകും മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുവരെ ഈ രീതിയിൽ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. കാരണം ഇപ്പോൾ മാമ്പഴ സീസണാണ്. അപ്പോൾ എല്ലാവിടെയും മാമ്പഴം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.